നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആയിട്ട് കുറേ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഈ ബിസിനസ്സുകാരെ കുറിച്ച്. ബിസിനസ്സുകാർക്ക് സമാധാനമില്ല, പണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുവാണ്, പണമാണോ വലുത്, സമാധാനമാണോ വലുത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ കണ്ടു. ഇവിടുത്തെ പ്രത്യേകിച്ച് ദുബായിലെ കുറേ ബിസിനസ്സുകാരെ എടുത്ത് കാണിക്കുന്നവർക്ക് മനസ്സമാനം ഉണ്ടോ, എങ്ങനെയാണ് മരിച്ചത് എടുത്ത്, എന്തിനാണ് നമ്മൾ ഒരാളിതാകുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളല്ല ഈ രീതിക്കൊക്കെ ചിന്തിക്കാമോ? ഒരു സംഭവം ഉണ്ടാവുമ്പം അവർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അവർ ചെയ്ത കുറ്റങ്ങളോ അല്ലെ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ അവരെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ലെ അത് പറയാനോ ഇത് പറയാനോ ഒക്കെ ഇരിക്കുന്നതിന് മുമ്പ് ഒന്ന് ആദ്യം ചിന്തിച്ചു നോക്കുക. ഈ ബിസിനസ്സുകാരെല്ലാം ബിസിനസ് ചെയ്ത് ഫുള്ള് പ്രോഫിറ്റിന് വേണ്ടി മാത്രമാണോ നടക്കുന്നത്? ഒരിക്കലുമല്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പറയും, ഞാൻ ബിസിനസ് ചെയ്തിട്ട് ഫുള്ള് പ്രോഫിറ്റ്. നാട്ടിലെ എൻ്റെ ബിസിനസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് മുടക്കിയിരിക്കുന്ന കാശും അതിന് ഡെയിലി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രഷറും ടെൻഷനും എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ വാങ്ങിച്ച് ബാങ്കിലിട്ടാൽ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ഒരു പൈസ നമുക്ക് മാസം കിട്ടും. ഓക്കെ, പക്ഷേ അത് ചിന്തിച്ച് മാത്രമല്ല ചെയ്യുന്നത്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ഫാമിലികൾ കഴിയുന്നുണ്ട്. ആ സന്തോഷവും നമ്മളെ കൊണ്ട് എന്തെങ്കിലും, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് 4 പേര് അറിയുക, അല്ലെ 4 പേർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്യാൻ പറ്റുക, 10 പേര് ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് നോക്കിയിട്ടാണ് ഒരുപാടുപെട്ടവരെല്ലാം ബിസിനസ് ചെയ്യുകയും എടുക്കുകയും ചെയ്യുന്നത്. പിന്നെ ഓരോ ബിസിനസ്സുകാർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും, അവരുടേതായിട്ടുള്ള ലയബിലിറ്റീസ് ഉണ്ടാവും. അതൊക്കെ അവരെ സംബന്ധിക്കുന്ന വിഷയം. ബിസിനസ് ചെയ്യുന്നതിന് എപ്പോഴും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം എന്താ, കുറേ അസറ്റുകളായിരിക്കും കിടക്കുന്നത്, ലിക്വിഡിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഫണ്ട് റോളിംഗ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം എപ്പോഴും ഒരാൾ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം പറയും, അല്ലാണ്ട് ബിസിനസ്സുകാർ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പ്രഷർ എടുത്ത് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഞാൻ എൻ്റെയും കൂടെ ഒരു കാര്യമാണ്, അതെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്തോരം പ്രഷർ എടുത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയും? വണ്ടിയോടുള്ള ഇഷ്ടമുണ്ട്, സന്തോഷമുണ്ട്, കാര്യമുണ്ട്. അതിനോടൊപ്പം നമ്മളെ ചേർത്ത് പിടിച്ചേക്കുന്നത്, നമ്മളെ സ്നേഹിക്കുന്നതായിട്ടുള്ള കുറേ ഫാമിലിയുണ്ട്. അവരൊരു നേരത്തെ ഫുഡ് കഴിച്ച് ദൈവത്തെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. അത് നമ്മുടെ മക്കൾക്കും ഒക്കെ ഫലം ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു 60% ബിസിനസ്സുകാരുണ്ട്. 40 പേരായിരിക്കും പൈസ കിട്ടുന്നത്. ഈ ബിസിനസ്സൊക്കെ ചെയ്ത് എല്ലാവരും 100% പ്രോഫിറ്റ് ആണ് എന്നൊന്നും ഒരാളും ചിന്തിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ കുറ്റം പറച്ചിലും പരിപാടിയൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല സംഭവം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും എല്ലാവരോടുമുള്ള എൻ്റെ ഒരു അഡ്വൈസാണ്. എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ചിലപ്പോൾ പലരുടെ പല രീതിയായിരിക്കും. നമ്മളെപ്പോഴും ഒരുപാട് സന്തോഷമായിട്ടിരിക്കുമ്പോഴും ഒരു ഡിസിഷൻ എടുക്കരുത്. ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തും ഒരു ഡിസിഷൻ ഒരു കാരണവശാലും എടുക്കരുത്. ഈ 2 സമയത്ത് എന്ത് ഡിസിഷനും ആ സമയത്ത് എടുക്കുന്നോ അത് റോങ് ആയിരിക്കും. ആ ഡിസിഷൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് എടുത്തിട്ട് മാത്രം നമ്മളൊരു ഡിസിഷൻ എടുക്കുക, കാര്യങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യുക, മറ്റുള്ളവരെ കുറ്റം പറയാണ്ടിരിക്കുക, 4 പേർക്ക് നല്ലത് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഇത് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം ഇതിനകത്ത് ഈ ബിസിനസ്സുകാരുടെ കാര്യം വന്നുകൊണ്ട് പറയുവാണേ. ഓക്കെ, താങ്ക് യു.